വേണു ഒരു സുമുഖനായിരുന്നു, സുന്ദരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ സൗന്ദര്യം പോലെ തന്നെ ആന്തരികമായൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു. ഒരു ജ്ഞാനിയായിരുന്നു സർവോപരി. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷാ പണ്ഡിതൻ ആണെന്ന് ഗ്രഹിച്ചു വെച്ചിട്ടുണ്ടെന്നല്ലാതെ വളരെയധികം അടുത്ത പരിചയമില്ല. ഞങ്ങൾ 3 വർഷം സമീപത വാസികളായിട്ട് ഉണ്ടായിട്ടുണ്ട് ക്യാമ്പസിൽ. അന്നാണ് വേണുവിനെ കുറച്ച് ദൂരത്ത് നിന്നിട്ട് നോക്കി മനസ്സിലാക്കാനും അഡ്മയർ ചെയ്യാനും ഉള്ള ഒരു അവസരം ഉണ്ടായത്. വളരെ ദീപ്തമായിട്ടുള്ള ഓർമ്മകളുണ്ട്. അദ്ദേഹത്തെ എന്നും ഞാനൊരു ആദരവോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ 2 വാക്ക് സംസാരിക്കാൻ ഓപ്പർച്യൂണിറ്റി തന്ന രാജേന്ദ്രനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം. അനുസ്മരണ സമ്മേളനത്തിൽ ഔപചാരികമായ നന്ദി പറയാനാണ് ഞാൻ എത്തിയത്. ഇവിടെ കുറച്ച് സമയങ്ങളായിട്ട് ഒട്ടും ഔപചാരികമല്ലാതെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് ഓരോരുത്തരും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ഡോക്ടർ സി രാജേന്ദ്രൻ സാർ, ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ MN കാരശ്ശേരി മാഷ്, പങ്കെടുത്ത് സംസാരിച്ച ഓരോരുത്തർക്കും നന്ദി പറയുന്നു. മാഷയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി മൊഴിക്കാതിൽ തയ്യാറാക്കിയ ശ്രീവത്സൻ മാഷിനും വേണുമാഷിൻ്റെ പുസ്തകം സംസാരിക്കുന്ന ജീവിവർഗം പ്രകാശിപ്പിച്ച ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ സാറിനും നന്ദി പറയുന്നു. വ്യക്തിപരമായിട്ടുള്ള ഒരു ഓർമ്മ കൂടി പറയട്ടെ. ഞാനിവിടെ PG പഠിക്കുന്ന സമയത്ത് എൻ്റെ മാഷായിരുന്നു. അപ്പോൾ മാഷുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ബാലു സാർ എപ്പോഴും പറയും, ഞങ്ങളുടെ ആരുടെ ക്ലാസ്സിലിരിക്കുന്ന പോലെയല്ല, നിങ്ങൾ ഇടയ്ക്ക് മനസ്സെങ്ങോട്ടെങ്കിലും ഓടിപ്പോയാൽ നിങ്ങൾക്ക് കൂടെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് മാഷ് ഇങ്ങനെ രസിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക ചെയ്യുക. ഇടയ്ക്ക് നമ്മളുടെ ശ്രദ്ധ എങ്ങോട്ടെങ്കിലും മാറിപ്പോയാൽ ആ കണക്ഷൻ വിട്ടുപോകും. എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണേന്ന് ബാലു സാർ എപ്പോഴും ഞങ്ങൾ ഓർമ്മിപ്പിക്കും. മറ്റൊരു വ്യക്തിപരമായ ഓർമ്മ, എൻ്റെ കല്യാണം കഴിഞ്ഞത് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ കല്യാണത്തിന് എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ വിളിച്ചു. മാഷ് തലേന്ന് തന്നെ നേരത്തെ എത്തി. എൻ്റെ ആൽബത്തിൽ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഇടയ്ക്ക് മറയ്ക്കുന്ന സമയത്ത് കാണുന്നത്, മാഷുടെ ഫോട്ടോ കാണുന്നത് എനിക്ക് ഭയങ്കര അഭിമാനമാണ്. മാഷ് എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ കല്യാണത്തിന് വന്നു എന്നൊക്കെ ഉള്ളത്. അധ്യക്ഷൻ്റെ അനുമതിയോടെ ഈ പരിപാടി അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു.